എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ ഉച്ചയ്ക്ക് അഹമ്മദാബാദിൽ സംഭവിച്ച പ്ലെയിൻ ക്രാഷ് എല്ലാവർക്കും അതിനെക്കുറിച്ച് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും അറിയാമായിരിക്കും. കാരണം ഇന്നലെ മുതൽ എല്ലാ ന്യൂസ് ചാനലുകളും ഇതാണ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. റിപ്പോർട്ട് ചെയ്യാൻ മാത്രമല്ല, ചില ചാനലുകൾ ഇത് ആഘോഷമാക്കുന്നു കൂടി ഉണ്ടെന്നുള്ളതാണ് ദയനീയമായിട്ടുള്ളൊരവസ്ഥ. വളരെ സങ്കടം തോന്നുകയാണ്. കാരണം വള്ളംകളി റിപ്പോർട്ട് ചെയ്യുന്നത് പോലെയും ലേലം വിളിക്കുന്നത് പോലെയും ഇലക്ഷൻ റിപ്പോർട്ട് ചെയ്യുന്നത് പോലെയൊക്കെയാണ് മിക്ക അവതാരകരും ഇതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഓരോ മരണവും റിപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ച്, മരണസംഖ്യ ഉയരുന്നതിനനുസരിച്ച് ഇവർ ഈ വള്ളംകളി സമയത്ത് ആ ചുണ്ടൻ വള്ളം മുന്നോട്ട് കയറി വന്നു നമ്മളിങ്ങനെ പറയില്ലേ, അതുപോലെ, അല്ലെങ്കിൽ ലേലം വിളിക്കുമ്പോൾ പറയില്ലേ ഇത്ര രൂപ അങ്ങനെ പറയില്ലേ, അതുപോലെ ആ ഒരു തരത്തിലാണ് ഇന്നലെ ഈ മരണം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. കണ്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നി. ഇത്രയ്ക്ക് തരം താഴാൻ പാടുണ്ടോ ന്യൂസ് ചാനലുകൾ? അവരുടെ റേറ്റിങ്ങിന് വേണ്ടിയിട്ടാണെങ്കിൽ കൂടിയിട്ട് ഇങ്ങനെ മത്സരിച്ച് ഓരോ വാർത്തകൾ അവർ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ മത്സരത്തിൻ്റെ ഇടയിൽ അതൊരു വള്ളംകളി മത്സരം പോലെ ആയി പോകുന്നു. ഒരു മരണം റിപ്പോർട്ട് ചെയ്തത് പോലും ഒന്ന് ആലോചിച്ച് നോക്കൂ. 155 മരണം, ഇപ്പോൾ 155. എന്താണ് നമ്മുടെ സമൂഹം എങ്ങോട്ടാണ് പോകുന്നത്? നമ്മുടെ നാട് എങ്ങോട്ടാണ് പോകുന്നത്? നമ്മൾ ഒരു മരണം റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെതായ ഒരു മര്യാദ ഉണ്ടല്ലേ. വലിയ പ്രമുഖ ചാനലുകളും അവതാരകരും ഒക്കെയാണ് അവരെ മറ്റുള്ളവരെയൊക്കെ പഠിപ്പിക്കുന്നത് കേൾക്കാം. അങ്ങനെ ചെയ്യണ്ടേ, ഇങ്ങനെ ചെയ്യണ്ടേ, അങ്ങനെ പറയണ്ടേ, ഇങ്ങനെ പറയണ്ടേ, മാനേഴ്സ് വേണ്ടേ, മര്യാദ വേണ്ടേ എന്നൊക്കെ പറയുന്നത് നമ്മൾ പലപ്പോഴും പല ചാനൽ ചർച്ചകളിലും കേട്ടിട്ടുണ്ട്. പക്ഷെ ഇവർക്കിതൊന്നും വേണ്ടെന്നാണ്. അതുപോലെ ആ വീട്ടിലേക്ക്, ആ രഞ്ജിത എന്ന് പറഞ്ഞ കുട്ടിയുടെ മരണപ്പെട്ട വീട്ടിലേക്ക് ആ അമ്മയും മക്കളെയും കാണാൻ വേണ്ടി ചെല്ലുമ്പോൾ ക്യാമറകൾ ആ കുഞ്ഞു മോളുടെ മുഖത്തേക്ക് സൂം ചെയ്യണം. അതിൻ്റെ ഭാവങ്ങൾ, അതിൻ്റെ വിഷമം, അതിൻ്റെ സങ്കടം ഒപ്പിയെടുക്കണവരെ. ഒന്ന് കണ്ണിമ അനങ്ങുന്നത് പോലും ഒപ്പിയെടുക്കണേ. ആ മോളുടെ തീരാത്ത വേദന ഇവരിൽ ഒരാൾ പോലും മനസ്സിലാക്കുന്നില്ല. ഇവർക്കത് വിറ്റ് കാശാക്കണം. ആ കുഞ്ഞിൻ്റെ സങ്കടം വിറ്റ് കാശാക്കണം. അതിനുവേണ്ടി മാത്രമുള്ള പ്രഹസനം. മരണ വീട്ടിലെങ്കിലും ആ കുഞ്ഞുങ്ങളെ വെറുതെ വിട്ടൂടെ? പിന്നെ എത്രയോ അവസരങ്ങളുണ്ട് ഇവർക്കല്ലേ. ഇങ്ങനെയുള്ള ദുരന്ത മുഖങ്ങളിൽ ഇതുപോലെയുള്ള ആളുകൾ ശവംതീനികൾ എന്ന് തന്നെ പറയേണ്ടി വരും. ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്തിനാണ് ഇത്തരത്തിൽ ഈ റിപ്പോർട്ടർമാർ പെരുമാറുന്നത് ചിന്തിക്കാൻ വയ്യ. ഇതിനു മുമ്പും പല മരണങ്ങളുണ്ടായപ്പോഴും ഞാൻ ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്. കാരണം മരണ വീട്ടിലെ ഒരു ഇതും ഇല്ലാതെ, ഒരു ഔചിത്യം ഇല്ലാതെ ഇടിച്ചു കയറി. അർജുനൊക്കെ മരിച്ച സമയത്ത് നമുക്കറിയാം, കർണാടകയിലെ മണ്ണിടിച്ചിലിൽപ്പെട്ട് മരിച്ച അർജുൻ്റെ വാർത്ത റിപ്പോർട്ട് ചെയ്ത സമയത്ത് പല ആളുകളും വിമർശനം ഉന്നയിച്ചിരുന്നു. അതേ തുടർന്നിട്ട് പിന്നെ വന്ന മരണങ്ങളിലൊക്കെ ഞങ്ങൾ വിട്ടു നിൽക്കുകയാണ്, ഞങ്ങൾ അങ്ങോട്ട് കയറുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന റിപ്പോർട്ടർമാരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം നമ്മൾ അവരുടെ കുടുംബത്തിന്റെ സങ്കടം മനസ്സിലാക്കണ്ടേ, അതുകൊണ്ട് നമ്മൾ അവരുടെ അകത്തുള്ള കാഴ്ചകൾ കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ നവീൻ ബാബുവിന്റെ മരണസമയത്ത് അങ്ങനെ റിപ്പോർട്ട് ചെയ്ത ആൾക്കാരും ഉണ്ട്. വലിയ ഇമേജ് കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് അഭിനയിച്ച കുറേ ആളുകളുണ്ട്. അപ്പോൾ അവരൊക്കെ ഈ ഒരു അവസരത്തിൽ അവർ അതൊന്നും ആലോചിക്കാതെ വീണ്ടും ആ പഴയ മോഡിലേക്ക് പോയി. എവിടെ ഇടിച്ചു കയറി വാർത്ത ഉണ്ടാക്കുക എന്നുള്ള മോഡിലേക്ക് പോയി. വളരെ തരംതാഴ്ന്ന പ്രവൃത്തിയായി പോയി. എന്തായാലും പറയാതിരിക്കാൻ വയ്യ. കാരണം അത് അനുഭവിച്ചവർക്കേ അതിൻ്റെ വേദന മനസ്സിലാവുള്ളൂ. ഇവർക്കത് ഒരു വെറും വാർത്ത മാത്രമായിരിക്കും. പക്ഷെ ആ കുടുംബത്തിന് അങ്ങനെയല്ല. അവരുടെ എല്ലാമാണ് നഷ്ടപ്പെട്ടത്. അതിനെക്കുറിച്ചിട്ടാണ് ഇവർ റിപ്പോർട്ട് ചെയ്യുന്നത്. അതെങ്കിലും ആലോചിക്കണ്ടേ? അതുപോലെ ഒരാൾ മരിച്ചു എന്ന് പറയുന്നത് ഒരു ലേലം വിളി പോലെയുള്ളൊരു സംഗതി അല്ല അല്ലേ. ഒരാൾ മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനാണ്, ഒരു മനുഷ്യൻ്റെ ജീവനാണ് നഷ്ടപ്പെട്ടത്. ഓരോ മനുഷ്യനും മരണസംഖ്യ ഉയരുമ്പോൾ നമ്മളുടെയും കൂടി നെഞ്ചിലാണ് ചെയ്യുന്നത്. നമുക്ക് അറിയപ്പെടാത്ത ആളുകളായിരിക്കും അല്ലേ. ഓരോരുത്തരും മരിച്ചു എന്ന് പറയുമ്പോൾ അയ്യോ അവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപ്പെട്ടല്ലോ എന്നാണ് നമ്മുടെയൊക്കെ ചിന്ത. പക്ഷെ ഇവരങ്ങനെയല്ല. ഞങ്ങൾ ആദ്യം റിപ്പോർട്ട് ചെയ്തു എന്ന് വരുത്തി തീർക്കാനുള്ള പെടാപ്പാടും വെപ്രാളവുമാണ് ആ ഒരു വാക്കുകളിൽ നമ്മൾ കാണുന്നത്. അവരുടെ വ്യഗ്രതയിൽ നമ്മൾ അതാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ ഇത്തരത്തിലൊരു സംഭവം ഇവരുടെ ആരുടെയെങ്കിലും കുടുംബത്തിലാണ് സംഭവിച്ചിരുന്നതെങ്കിൽ അത് ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണെങ്കിൽ ഇവരെന്താണ് പറയുക എന്നാലോചിച്ച് നോക്കൂ. അതിനിടയ്ക്ക് വേറൊരു വിരുദ്ധൻ എന്താണ് അസിസ്റ്റന്റ് തഹസിൽദാറോ അങ്ങനെ എന്തോ എന്നാ പറഞ്ഞ അയാള് ഈ മരിച്ച പെൺകുട്ടിയെ വളരെ മോശമായ രീതിയിൽ സംസാരിച്ചു. അവരൊരു നായരായി ജനിച്ചത് അവരുടെ കുറ്റമാണോ? ഈ നായന്മാരെന്ന് പറഞ്ഞാൽ അയാൾ പറയുന്ന പ്രകാരമാണെങ്കിൽ നായർ സ്ത്രീയാണ്. ഇവിടെ എന്താണ് ജോലിക്ക് ചേർന്നിട്ട് ഗവൺമെന്റ് ജോലി കിട്ടിയിട്ട് അത് വേണ്ടാന്ന് വെച്ചിട്ട് വേറൊരു രാജ്യത്ത് സാധനം തേടിപ്പോയി. ഇയാളോട് പറഞ്ഞിട്ടാണ് ആ കുട്ടി സാധനം തേടിപ്പോയത്. മെച്ചപ്പെട്ട ജീവിതത്തിന് വേണ്ടിയിട്ട്, മെച്ചപ്പെട്ട വരുമാനത്തിന് വേണ്ടിയിട്ട്, അതായത് വിദേശത്തൊക്കെ പോയി ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഇവിടത്തെക്കാട്ടിൽ ശമ്പളം കൂടുതൽ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് സ്വന്തം മക്കളെ പോലും മറന്നുകൊണ്ട്
അവിടെ ഇവിടെയൊക്കെ പോയി ഓരോരുത്തർ ജോലി ചെയ്യുന്നത് എന്തിനാണ്? ആ മക്കൾക്ക് നല്ലൊരു ഭാവി ജീവിതം ഉണ്ടാവാൻ വേണ്ടി, അവർക്ക് സൂചിക്കാൻ വേണ്ടിയിട്ടല്ല. നാളെ ആ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം, നല്ല രീതിയിൽ അവർ വളർന്നു വരണം, അവർക്ക് നല്ല ഒരു ഭാവി ഉണ്ടാവണം എന്നൊക്കെ ചിന്തിച്ചിട്ട് ഞാനിപ്പോൾ കഷ്ടപ്പെട്ടാലും വിരോധമില്ല എന്ന് കരുതി ആ മക്കൾക്ക് വേണ്ടി നാടും വീടും അമ്മയും അച്ഛനെയും മക്കളെ ഒക്കെ ഉപേക്ഷിച്ചിട്ട് അന്യനാട്ടിൽ പോയി ജോലി ചെയ്യുന്ന എത്രയോ ആൾക്കാർ, ഈ ഒരു രഞ്ജിത മാത്രമല്ല ആദ്യമായിട്ട് സർക്കാർ സർവീസിൽ നിന്ന് ലീവ് എടുത്ത് പുറം രാജ്യത്ത് പോയി ജോലി ചെയ്യുന്ന ആൾക്കാർ, ഒത്തിരി ഡോക്ടർമാരും ഒത്തിരി നഴ്സുമാരും ഒക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്. കാരണം എന്താ പറയുക, മെച്ചപ്പെട്ട ശമ്പളം എന്നുള്ളതാണ്. നല്ല ആരോഗ്യമുള്ള സമയത്ത്, നല്ല ചുറുചുറുക്കുള്ള സമയത്ത് പുറത്തൊക്കെ വിദേശത്തൊക്കെ പോയി ജോലി ചെയ്താൽ കൈ നിറച്ച് സമ്പാദിച്ച് തിരിച്ചു വരാം എന്നുള്ള ഒരു ചിന്ത കൊണ്ടാണ് അവരങ്ങനെ പോകുന്നത്. അതിന് ജാതീയമായി അധിക്ഷേപിക്കുക ഒരാളും ചോദിക്കാനും പറയാനില്ല. അപ്പോൾ വേറെ ഏതെങ്കിലും ജാതിയിൽപ്പെട്ട ആളുകളെയാണ് ഇതുപോലെ പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് കൊടിയും പിടിച്ചിറങ്ങിയേനെ ആൾക്കാർ. എത്ര ചാനലുകൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തേനെ. ഇന്ന് വൈകുന്നേരത്തെ അന്തിച്ചർച്ച പ്ലെയിൻ ക്രാഷ് ഒന്നും ആയിരിക്കില്ലായിരുന്നു, ഈ ജാതി പറഞ്ഞ അധിക്ഷേപിച്ചതിനെ കുറിച്ചായിരിക്കും ഘോരം പ്രസംഗിക്കുക. ഇപ്പം ആരാ ചോദിക്കാനും പറയാനുള്ള? ആരുമില്ല. അവർ നായരല്ലേ പറഞ്ഞത്, കേട്ടോട്ടെ എന്നുള്ള തരത്തിൽ അവർ കേൾക്കാൻ വിധിക്കപ്പെട്ടവരാണ്. ഈ നായരായി ജനിച്ചത് ആ കുട്ടിയുടെ തെറ്റാണോ? ഗവൺമെന്റ് ജോലിയിൽ നിന്ന് ലീവ് എടുത്തിട്ട് പോയി ജോലി ചെയ്യുന്ന കുട്ടിയാ അവള് മാത്രമാണോ? എന്നിട്ട് ഈ വൃത്തികെട്ടവൻ പറഞ്ഞത് വളരെ മോശമായിട്ട് സംസാരിച്ചു. ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ അവനെ സർവീസിൽ ഇരുത്താൻ പാടുണ്ടോ? സസ്പെൻഡ് ചെയ്തെന്നാണ് അറിയാൻ കഴിഞ്ഞത്. സസ്പെൻഡ് ചെയ്യല്ല, ഡിസ്മിസ് ചെയ്യാൻ ചെയ്യേണ്ട ഇത്തരക്കാരെ. പിന്നെ ഈ നായന്മാർക്ക് ഒരു പ്രശ്നമുണ്ട്. കാരണം ഇത് ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വിഷയമാണ്. നായർ എന്നൊരു വിഭാഗത്തിന് വാലുണ്ടെങ്കിൽ സ്കൂളിൽ പോലും ഇവർ അധിക്ഷേപത്തിന് വിധേയരാകും. ചെറുപ്രായത്തിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു കുട്ടിയുടെ പേരിൻ്റെ കൂടെ നായർന്ന് ചേർത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർ നായരാണെന്ന് ഈ കൂടെ പഠിക്കുന്ന കുട്ടികൾ തിരിച്ചറിഞ്ഞാൽ കൊച്ചു കുട്ടികൾ പോലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുന്ന കേട്ടിട്ടുണ്ട്. നീ നായയല്ലേ എന്ന് ചോദിച്ചിട്ട് വെറുതെ പറയില്ല. പേരിൻ്റെ കൂടെ നായാന്ന് കൂടി ചേർത്തിട്ട് വിളിച്ച് കളിയാക്കുന്ന എത്രയോ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പലർക്കും അത് പ്രശ്നമായിട്ടുമുണ്ട്. പല കുട്ടികളും അത് വീട്ടിൽ വന്ന് കംപ്ലൈൻറ്റ് പറയാറുണ്ട്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. പക്ഷെ ഇത് ആരും പുറത്ത് പറയാറില്ല. ഇതിനെക്കുറിച്ച് ആരും കംപ്ലൈൻറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇതിന് കേസെടുക്കാൻ വകുപ്പില്ല. മനസ്സിലായോ? ഇതിന് കേസെടുക്കാൻ വകുപ്പില്ല. കേസെടുക്കാൻ വകുപ്പ് നായർ എന്നുള്ള ജാതി പേര് പറഞ്ഞ് അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞാൽ കേസെടുക്കാൻ വകുപ്പില്ല. അതുകൊണ്ട് അവൻ കേട്ടോട്ടെ, അത്രേ ഉള്ളൂ. അതൊരു ആളുകൾക്കൊരു ഒരു വിനോദമായി മാറിയിരിക്കുന്നു. അപ്പോൾ ഇതൊന്നും ചോദിക്കാനും പറയാനൊന്നും ഒരാളും ഇല്ല, ഒരു ചർച്ചയില്ല, ഒന്നുമില്ല. എത്രയോ കുട്ടികൾ ഈ രീതിയിൽ അധിക്ഷേപിക്കപ്പെടുന്നു എന്നുള്ളതിനെ കുറിച്ച് ആർക്കും ചർച്ച ചെയ്യണ്ട. അത് പറഞ്ഞോട്ടെ എന്നുള്ളതാണ്. മറ്റുള്ള ജാതി പറയുമ്പോഴേ പ്രശ്നമുള്ളൂ, ഇത് പറയുമ്പോൾ പ്രശ്നമല്ല എന്നുള്ളതാണ്. അത് എന്തുകൊണ്ടാണെന്നാ മനസ്സിലാവാത്തത്. ആരെയും അധിക്ഷേപപരമായിട്ട് സംസാരിച്ചാൽ അത് മേൽജാതിയാണോ കീഴ്ജാതിയാണോ അല്ലാത്ത ജാതിയാണോ ജാതി ഇല്ലാത്തവനാണോ എന്നുള്ളതല്ല. അത് അധിക്ഷേപിച്ചാൽ കേസെടുക്കാനുള്ള വകുപ്പ് ഉണ്ടാക്കണം. അതില്ല. ഇവരെ എന്ത് പറഞ്ഞാലും കേസെടുക്കാനുള്ള വകുപ്പില്ല. അതൊരു സുഖം അത്ര കേൾക്കുന്നവർക്ക്. എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ലല്ലോ. എന്ത് തന്നെ ആയാലും ഇത്തരത്തിലൊരു ദുരന്തം നടക്കുന്ന സമയത്ത് കുറേ ആളുകൾ ദുരന്തമായി മാറുകയാണ് അല്ലേ. സർക്കാർ സർവീസിലിരിക്കുന്ന ആയാലും പത്രമാധ്യമത്തിൽ ഇരിക്കുന്നതായാലും കുറേ ദുരന്തങ്ങളെ നമ്മൾ നിത്യേന മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്.